ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഹിഡൻ ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് അധികമായിട്ട് ഓർക്കുന്നുണ്ട്. ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യില്ല. കാരണം അവരുടെ ഫീലിങ്സ് എന്താണോ അതൊന്നും തന്നെ അവരുടെ മനസ്സിൽ തോന്നുന്ന കാര്യം മുഴുവനായിട്ടും നിങ്ങളോട് പറയില്ല. കുറേ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളോട് ഹൈഡ് ചെയ്ത് പിടിക്കുന്ന ഒരു നേച്ചറാണ് ഈ ഒരു പേഴ്സൻ്റേത്. മേ ബി അതുകൊണ്ടൊക്കെ ആയിരിക്കണം നിങ്ങൾക്ക് എന്തോ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം റിലേഷൻഷിപ്പിൽ. പല കാര്യങ്ങളും ചോദിക്കുന്ന സമയത്ത് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. സോ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ തന്നെയായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ഒരു പിണക്കത്തിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ കുറവായിട്ടുള്ളൊരു സമയമായിട്ട്, അല്ലെങ്കിൽ ഒരു കറണ്ട് സിറ്റുവേഷൻ കുറച്ച് പേർക്കെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കാതിരിക്കുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ റീസൺ പോലും ഈ ഒരു പേഴ്സൻ്റെ ഇത്തരം ഒരു നേച്ചർ, അല്ലെങ്കിൽ ഒരുപാട് ഓപ്പണായിട്ട് അവരുടെ മനസ്സിൽ എന്താണോ ശരിക്കും ഉള്ളത്, ഇതിപ്പോൾ സ്നേഹമാണെന്നുണ്ടെങ്കിലും ഒക്കെ തന്നെ അവർ ഓവറായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നില്ല. അത് പല കാര്യങ്ങളും നിങ്ങളോട് ഇവർ ഹൈഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. അത്തരം ഒരു എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഇൻ കേസ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് അല്ലെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ അവർ ഫിനാൻഷ്യലി ഒരുപാട് ടൈഡപ്പായിട്ടുള്ളൊരു അവസ്ഥയിലായിരുന്നിരിക്കാം ആ ഒരു ടൈമിൽ. സോ അതൊക്കെ തന്നെ മേ ബി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് എങ്ങനെ എടുക്കും. ഈ ഒരു പേഴ്സൺ ഓരോ കാര്യവും പറയുന്നതിന് മുന്നേയിട്ട് 2 തവണ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആലോചിക്കും. നിങ്ങളത് എങ്ങനെയാണ് എടുക്കുക, നിങ്ങൾക്ക് വിഷമമാവോ, ഇൻ കേസ് അവരുടെ മനസ്സിൽ പല കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യാൻ വരുമ്പോഴും അതിങ്ങനെ അവർ പറയണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ അവർക്കുണ്ട്. അതെങ്ങനെ എടുക്കും, അതിനെ ശരിയായ രീതിയിൽ തന്നെ എടുക്കുമോ, അതിനി നിങ്ങൾക്ക് വിഷമമാവോ, നിങ്ങൾ പിണങ്ങുമോ, അങ്ങനെ പല രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ചില സമയത്ത് നിങ്ങളോട് പല കാര്യങ്ങളും പറയാൻ തുടങ്ങിയിട്ട് ഇൻ കേസ് ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം. സോ അങ്ങനെ പല കാര്യങ്ങളും പറയാൻ വന്നിട്ട് അത് പറയാണ്ടിരുന്ന സമയത്ത് നിങ്ങളായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം എന്താണ് അതിൻ്റെ ബാക്കി പറയൂ, അല്ലെങ്കിൽ പല കാര്യങ്ങളും പിന്നീട് ചോദിക്കുമ്പോൾ ഒരു ക്ലാരിറ്റി തരാതെ അവിടെയും ഇവിടെയും തൊടാതെ പറയുന്നുണ്ട്. മേ ബി അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭയങ്കര ഒരു കൺഫ്യൂസ്ഡ് ആണ്. എന്താണ് റിയാലിറ്റി, അല്ലെങ്കിൽ ശരിക്കും ഇവർക്ക്, നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും ഇവർ ശരിക്കും ജെന്യുവനായിട്ട് തന്നെയല്ല ഇഷ്ടപ്പെടുന്നത്, ഒന്നും തുറന്നു പറയുന്നില്ല, അപ്പോൾ നിങ്ങളെ വിശ്വാസമില്ലേന്ന് പോലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങളോടുള്ള സ്നേഹമൊക്കെ തന്നെ ഒട്ടും ഫേക്കായിട്ടൊന്നും ഇവിടെ റീഡിങ്ങിൽ തോന്നുന്നില്ല. കാർഡ്സൊക്കെ തന്നെയും നിങ്ങളോട് ഭയങ്കര ഇഷ്ടമുള്ളതായിട്ടും നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നതായിട്ടും നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടും ഒക്കെയുള്ളൊരു എനർജിയാണ് ഇവിടെ മനസ്സിലാവുന്നത്. പക്ഷേ അവർക്ക് അവരുടെ ലൈഫിൽ കുറേയധികമായിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അതിപ്പോൾ ഫിനാൻഷ്യലി ഉള്ള പ്രശ്നങ്ങളാണെങ്കിലും ചിലപ്പോൾ ഫാമിലി സപ്പോർട്ട് കുറവായിരിക്കാം. മേ ബി ഫാമിലി നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ ഒരുപാട് എതിർക്കുന്നുണ്ടായിരിക്കാം. അതായത് അവരുടെ ഫാമിലി സപ്പോർട്ട് ഒരുപാട് കുറവായിരിക്കാം ഈ റിലേഷൻഷിപ്പിൽ. സോ അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു പേഴ്സണ് നിങ്ങളോട് മേ ബി അതൊക്കെ തന്നെ ആയിരിക്കണം അവർ ഹൈഡ് ചെയ്ത് പിടിക്കുന്നത്. മേ ബി അവരുടെ ഒരു ഹിഡൻ ഫീലിങ്സ് എന്ന് പറയുന്നത് തന്നെ ഇതൊക്കെ തന്നെ ആയിരിക്കണം. അവർ ഹൈഡ് ചെയ്ത് പിടിക്കുന്നുണ്ടാവാം. മേ ബി അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ വിചാരിക്കുകയാണ് നിങ്ങൾ കാരണമാണ് അവരുടെ ഫാമിലിയിൽ പോലും ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പ് ഇനി സ്റ്റോപ്പ് ചെയ്യാമെന്ന് നിങ്ങൾ പറയുമോ, അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ആവുമോ. അതുകൊണ്ടൊക്കെ തന്നെ അങ്ങനെ അവർക്ക് പല രീതിയിൽ അവർ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് ഒരു ടെൻഷനാണ് നിങ്ങളിനി എന്തെങ്കിലും റീസൺ ഇത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളായിട്ട് പിണങ്ങി പോകുമെന്നൊക്കെയുള്ള ഒരു ടെൻഷൻ കൊണ്ടാവണം അവർ ഹൈഡ് ചെയ്ത് പിടിക്കുന്നത് പലതും. പക്ഷേ ഇവരൊരു ഭയങ്കരമായിട്ടുള്ളൊരു എന്താണ് ഫേക്കായിട്ടുള്ളൊരു പേഴ്സണായിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നില്ല. അവർക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, പല കാര്യങ്ങളും അവർ ഹൈഡ് ചെയ്ത് പിടിക്കുന്നു, ഭയങ്കരമായിട്ട് ഓപ്പണായിട്ട് പറയുന്നില്ല. അത് സ്നേഹമാണെങ്കിലും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളാണെങ്കിലും തന്നെ നിങ്ങളോട് 100% തുറന്നു പറയാനായിട്ടുള്ള ഒരു മടി പോലെ. അപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ചിലപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ടോക്കറ്റീവ് ആയിട്ടുള്ള നേച്ചറായിരിക്കാം. അതായത് നിങ്ങൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓപ്പണായിട്ട് സംസാരിക്കുന്ന, എല്ലാ കാര്യവും സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഭയങ്കര തുറന്ന് സംസാരിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരിക്കാം. അപ്പോൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഹാപ്പിനെസ് ആയിക്കോട്ടെ സങ്കടം ആയിക്കോട്ടെ ഒക്കെ തന്നെ ആദ്യം അത് ഷെയർ ചെയ്യുന്നത് ഈ ഒരു പേഴ്സണോടായിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നു. പക്ഷേ ഈ ഒരു പേഴ്സൺ എല്ലാം ഒരു വിട്ട് ഒരു പൂർണ്ണതയില്ലാതെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ നിങ്ങൾ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് പേരെങ്കിലും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരിക്കും വിശ്വാസമില്ലേ എന്നുള്ള രീതിയിൽ. സോ അത്തരം ഒരു കാര്യം, ഒരു ട്രസ്റ്റ് ഇഷ്യൂ എന്ന് പറയാൻ പറ്റില്ല, അത്തരം ഒരു എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ല, അല്ലെങ്കിൽ സ്ട്രെങ്ത് കുറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. ഇതിൻ്റെ പേരിൽ മേ ബി നിങ്ങൾ തന്നെ ആയിരിക്കണം ഇവരിൽ നിന്നും ഒന്ന് അകന്ന് നിൽക്കുന്നത്. എന്താണ്, മേ ബി കുറച്ച് പേരെങ്കിലും നിങ്ങളൊരു വ്യക്തത വന്നതിന് ശേഷം റിലേഷൻഷിപ്പിലേക്ക് വരാമെന്ന് പോലും പറഞ്ഞിട്ടുണ്ടായിരിക്കാം. സോ അതിൻ്റെ ഒരു ഭാഗം എന്നോണം ഇവർക്കത് പറയണമെന്നുമുണ്ട്, അല്ലെങ്കിൽ ഇനി പറഞ്ഞാൽ എന്താണ് എന്നുള്ളൊരു രീതിയിൽ അവരിങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു ആബ്സെൻസിൽ അവർ ഭയങ്കര വിഷമത്തിലാണ്. അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടും അതുപോലെ തന്നെ ഫോർ കപ്സിൻ്റെ എനർജി നോക്കുകയാണെങ്കിലും ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും
നിങ്ങളുടെ ഒരു അഭാവത്തിൽ അവർ ഭയങ്കരമായിട്ട് നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു എനർജി. എന്താണ് ഇനി ചെയ്യേണ്ടത്? ഇനി നിങ്ങൾ പോവാണ്ടിരിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പല കാര്യങ്ങളും ഹൈഡ് ചെയ്ത് പോലും പിടിച്ച് നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ നിങ്ങൾ മാറി നിൽക്കുന്നത് ഇവർ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. സോ ആ ഒരു കാര്യത്തിൽ ഇവർ ഭയങ്കര വിഷമത്തിലാണ് എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഒക്കെ ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നുണ്ട്, ഒരുപാട് കരയുന്നുണ്ട്. അതുപോലെ തന്നെ ഡിപ്രഷനിലേക്കൊക്കെ പോണ പോലെ ഭയങ്കരമായിട്ട് തളർന്നു പോകുന്നൊരവസ്ഥ. ഒരുപക്ഷെ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഈ ഒരു തേർഡ് പാർട്ട് സിറ്റുവേഷൻ, അവരുടെ ഫാമിലി സപ്പോർട്ട് ഇല്ലായ്മ, അത്തരം ഒരു എനർജിയാണ് ഫീൽ ആകുന്നത്. കാരണം അത്തരം ഒരു കാര്യമാണ് ഇവർക്ക് മേ ബി അതുകൊണ്ടാവണം നിങ്ങളോട് ഒരു ഹൈഡ് ചെയ്ത് പിടിക്കുന്നത്. അവരുടെ ഫാമിലി സപ്പോർട്ട് ഒട്ടും തന്നെ ഇല്ലാത്തൊരു റിലേഷൻഷിപ്പ് ആയിരിക്കണം. ഈ റിലേഷൻഷിപ്പിനെ അവരുടെ ഫാമിലി കുറേയധികം എതിർക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അവരുടെ ഫാമിലിയിൽ നിന്ന് പോലും അവർ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു കാര്യം കൊണ്ട് നിങ്ങളും അവരിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ആരുമില്ലാത്തൊരവസ്ഥയൊക്കെ ഫീൽ ചെയ്യാണ്, ഒറ്റപ്പെട്ടു പോയതുപോലെയുള്ളൊരവസ്ഥ. അത് ഇപ്പോൾ അതുപോലെ തന്നെ അവർക്കൊരു തിരിച്ചറിവുണ്ടാവുന്നത്, ഇപ്പോൾ അവർ ആലോചിക്കുമ്പോൾ അവർക്കൊരു തിരിച്ചറിവുണ്ടാവുന്നത് എന്താണെന്ന് വെച്ചാൽ, അവരിപ്പോൾ ആലോചിക്കുകയാണ് പല കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഒരു സെപ്പറേഷൻ വരില്ലായിരുന്നു. കാരണം പല കാര്യങ്ങളും ആ ഒരു സമയത്ത് തന്നെ എന്താണോ കാരണം ആ ഒരു ക്ലാരിറ്റി തന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു സെപ്പറേഷൻ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ആ ഒരു റീസൺ വളരെ ചെറിയൊരു കാര്യമായിരിക്കണം അവർ ഹൈഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ടായിരിക്കും. മേ ബി ഫാമിലി സപ്പോർട്ട് ഇല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസിൻ്റെ കാര്യമൊക്കെ ആയിരിക്കണം. പക്ഷെ അത് ഇനി ആ ഒരു കാര്യം അതാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് പറയുന്ന സമയത്ത് നിങ്ങളത് ബിലീവ് ചെയ്യുമോ? ഇത്രയും ചെറിയ കാര്യമായിരുന്നു, നിങ്ങൾക്കത് വളരെ ചെറുതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ ഇനി ഈ ഒരു റീസൺ അല്ല, അല്ലെങ്കിൽ ഈ ഒരു ചെറിയ കാര്യമാണ് ഹൈഡ് ചെയ്ത് പിടിച്ചതെന്ന് പറഞ്ഞിട്ട് ഇനി അതിൻ്റെ പേരിൽ ഇനി പിന്നെയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ അവർ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓരോ കാര്യത്തെക്കുറിച്ചും ഭയങ്കര കാര്യമായിട്ട് ഇങ്ങനെ ആലോചിച്ചാണ് ഓരോ കാര്യം പറയുന്നതൊക്കെ തന്നെ. അപ്പോൾ ആ ഒരു കാര്യമാണ് അവരിപ്പോൾ കൂടുതലായിട്ടും ചിന്തിക്കുന്നത്. നിങ്ങളോട് ഇനി റീസൺ എന്താണ്, അല്ലെങ്കിൽ ഇത്രയും നാളും ഹൈഡ് ചെയ്ത് പിടിച്ചത് എന്താണെന്നൊക്കെ പറയുന്ന ഒരു സമയത്ത് നിങ്ങളത് ബിലീവ് ചെയ്യുമോ, വീണ്ടും നിങ്ങളെ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു കാര്യം അവർക്കൊരു പേടി, അത്തരം ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ ക്ലാരിഫൈ ചെയ്ത സമയത്ത് ലാസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫിയേഴ്സ് ഓഫ് കമ്മിങ് ടുഗദർ എന്നുള്ളൊരു കാർഡായിരുന്നു. ഈ ഒരു കാർഡ് എനർജി പോലും മനസ്സിലാക്കി തരുന്നവർക്ക് ആ ഒരു ഭയമാണ്. ഇൻ കേസ് നിങ്ങൾ ചിലപ്പോൾ ഒരു ഡിമാൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം, എന്താണ് ഒരു ക്ലാരിറ്റി തന്നിട്ടില്ല, എന്താണ് ഹൈഡ് ചെയ്ത് പിടിക്കുന്ന ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക്. സോ അതിൻ്റെ ഒരു ക്ലാരിറ്റി തരികയാണെങ്കിൽ റിലേഷൻഷിപ്പിലേക്ക് വരാമെന്നുള്ള രീതിയിൽ. പക്ഷേ ഇനി ആ ഒരു ക്ലാരിറ്റി തരാനായിട്ട് അവർ യഥാർത്ഥ റീസൺ പറഞ്ഞാൽ പോലും വളരെ ചെറിയ കാര്യമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുമോ, അതുകൊണ്ട് തന്നെ നിങ്ങളിനി റിജക്റ്റ് ചെയ്യുമോ എന്നുള്ള രീതിയിലൊക്കെ അവർക്കൊരു ഭയമുണ്ട്. മേ ബി അത്രയും ചെറിയൊരു കാര്യമായിരിക്കണം അവർ ഹൈഡ് ചെയ്ത് പിടിച്ചിട്ടുള്ളത്. സോ അത് എന്താണ്, അത്രത്തോളം വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ അത് മറച്ചു പിടിച്ചതെന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ ചോദിക്കുമോ എന്ന് പോലും അവർ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് അവർക്കൊരു ഭയമുണ്ട് എന്നുള്ളൊരു കാര്യമാണ്.